ഹലോ, ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് സാംസങ്ങിൻ്റെ A042 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ടച്ച് വർക്ക് ചെയ്യാതെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ടച്ച് കൺട്രോളിലെ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടുന്ന് 4ാമത്തെ പിന്നിലേക്ക് കണക്ഷൻ വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഒരു 4ാമത്തെ കണക്ഷൻ എന്താണ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ബോണിയോ സ്കീമാറ്റിക്സിൽ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ബോണിയോ സ്കീമാറ്റിക്സിൽ ഈ ഒരു 4ാമത്തെ പിന്ന് ഈ ഒരു കമ്പൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം ആ ഒരു കണക്ഷൻ നേരെ പോകുന്നത് CPU-ൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്നുകിൽ CPU-യിൽ നിന്ന് വരുന്ന ബ്രേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണക്ടറും ആ ഒരു ഏരിയയും തമ്മിലുള്ള കണക്ഷൻ ബ്രേക്ക് ആയതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇതാണ് 4ാമത്തെ കണക്ഷൻ. അത് നേരെ പോയിട്ട് ആ ഒരു കൺട്രോളിലേക്കാണ് എത്തുന്നത്. പിന്നെ നേരെ CPU-യിലേക്കാണ് ആ ഒരു ലൈൻ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണക്ഷൻ കണ്ടല്ലോ. കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എവിടേക്കൊക്കെ കണക്ഷൻ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൺട്രോളിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു പോയിന്റിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് അവിടുത്തെ ആ ഷീൽഡ് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് ഒഴിവാക്കണം. കട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം എന്താ കണ്ടീഷൻ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഭാഗം മൾട്ടിമീറ്റർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു 4ാമത്തെ ബോളിലാണ് കണക്ഷൻ വരേണ്ടത്. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണക്ഷൻ വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തൊട്ടുള്ള ബോളുകളിലൊക്കെ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ജസ്റ്റ് ആ ഒരു കണക്ഷൻ 4ാമത്തെ ബോളിലേക്കുള്ള കണക്ഷനാണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവ തമ്മിൽ ജസ്റ്റ് ഒന്ന് ജമ്പർ വയർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കണക്ഷൻ ഇട്ട് കൊടുത്തിട്ട് ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ കണക്ഷനൊക്കെ ഇട്ട് അതിന് ശേഷം നമ്മൾ UV മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ ഓണാക്കിയിട്ട് അതിൻ്റെ ടച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ഓണായി വന്നിട്ടുണ്ട്, ടച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഈ ഒരു ജമ്പറിങ്ങോട് കൂടിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കണക്ഷൻ ബ്രേക്ക് ആയത് തന്നെയായിരുന്നു ഈ ഒരു ഫോണിൻ്റെ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്ത് കംപ്ലയിൻസുകളായിട്ടും കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോയിലും ബയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.